അപ്പം മുന്തിച്ച് ജമ്മാക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ 2 നമസ്കാരങ്ങളിൽ ആദ്യത്തെ നമസ്കാരത്തിൻ്റെ കൂടെ രണ്ടാമത്തെ നമസ്കാരത്തിനെ ചേർത്ത് നിസ്കരിക്കലാണത്. ളുഹർ നിസ്കരിക്കുമ്പോൾ അസ്ർ കൂടി നമസ്കരിക്കുക, മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ ഇശാ കൂടി നിസ്കരിക്കുക. അതാണ് മുന്തിച്ച് ജമ്മാക്കം. ഈ മുന്തിച്ച് ജമ്മാക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട, മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് ഒന്നാമത്തേത് നമസ്കാരത്തിൻ്റെ തർത്തീബ് അനുസരിച്ച് തന്നെ നിർവഹിക്കണം. അപ്പോൾ ആദ്യം ളുഹർ നിസ്കരിക്കണം, പിന്നെ അസ്ർ, അല്ലെങ്കിൽ ആദ്യം മഗ്‌രിബ് നിസ്കരിക്കണം, പിന്നെ ഇശാ. രണ്ടാമത്തെ കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആദ്യത്തെ നമസ്കാരത്തിൽ രണ്ടാമത്തെ നമസ്കാരത്തിന് ഞാൻ ജമ്മാക്കി നിസ്കരിക്കുന്നു എന്ന് കരുതണം. അത് പ്രധാനപ്പെട്ടൊരു പോയിൻ്റാട്ടാ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ്, ളുഹർ നിസ്കരിക്കുകയാണ്, ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് അസറിനെ മുന്തിച്ച് ജമ്മാക്കണമെന്ന് മനസ്സിലുണ്ട്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ളുഹർ നിസ്കരിക്കണത്. അപ്പോൾ എന്ത് വേണം? ളുഹർ നിസ്കരിക്കുമ്പോൾ തന്നെ ആ നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ടൈമിൽ മനസ്സിൽ കരുതണം, ഞാൻ അസറിനെ ഇതിനോടൊപ്പം ജമ്മാക്കി നിസ്കരിക്കാൻ കരുതി എന്ന് കരുതണം. ഓക്കെ, ഈ കരുതാൻ ഏറ്റവും നല്ലത് ളുഹർ നിസ്കാരത്തിൻ്റെ തക്ബീറിലാണ്, തക്ബീറത്തുൽ ഇഹ്റാമിലാണ്. ഞാൻ ളുഹർ ഉദാഹരണം പറഞ്ഞാണ്. ഈ മഗ്‌രിബ് ആണ് നിസ്കരിക്കുന്നതെങ്കിൽ മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ ആ മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ എന്ത് വേണം? അവിടെ പിന്നെ ഇഷായിനെ ഞാൻ മുന്തിച്ച് ജമ്മാക്കുന്നു എന്ന് കരുതണം. തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ കരുതലാണ് ഏറ്റവും നല്ലത്. ഇനി തക്ബീറത്തുൽ ഇഹ്റാമിനോടൊപ്പം കരുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും കരുതിയാൽ മതി. അപ്പോൾ ഈ നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം, രണ്ടാമത്തെ നമസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ യാത്രയിലായിരിക്കണമെന്നാണ്. ഒന്നാമത്തെ നമസ്കാരം കഴിഞ്ഞു, അപ്പോക്കും യാത്ര അവസാനിച്ചാൽ പിന്നെ രണ്ടാമത്തേനെ ജമ്മാക്കാൻ പറ്റില്ല. രണ്ടാമത്തേനെ അതിൻ്റെ സമയത്ത് നിസ്കരിക്കേണ്ടി വരും. രണ്ടാമത്തെ നമസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ യാത്ര അവസാനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ നാലാമത്തെ കാര്യം, തുടരെ നിസ്കരിക്കാം. ജമ്മാക്കി നിസ്കരിക്കുമ്പോൾ ആദ്യം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത് നിസ്കരിക്കാം. എന്ന് പറഞ്ഞാൽ വേറെ അതിൻ്റെ ഇടയിൽ സുന്നത്ത് നിസ്കാരങ്ങളൊന്നും പറ്റില്ല. ചുരുങ്ങിയത് ഇഖാമത്ത് മാത്രമേ പറ്റുള്ളൂ. ഇഖാമത്ത് മാത്രം വിളിക്കുക, അടുത്ത് നിസ്കരിക്കാം. ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ, സുന്നത്തുകളൊക്കെ ഒഴിവാക്കി ഫർള് മാത്രം ഉപയോഗിച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ എത്ര സമയം വേണോ അത്ര ടൈമേ